റോബർട്ട് കിയോസാക്കി ESBY വരച്ചപ്പോൾ ഞാൻ എന്തെടുത്തു? ഞാൻ ഇപ്പുറത്തോട്ട് മാറിയിട്ട് വേറൊരു പേരിട്ടു, ടെക്നീഷ്യൻ. ആരാ? ടെക്നീഷ്യൻ. കുറേ പേരെ ശമ്പളത്തിന് ആളിനെ ഇരുത്തിയിട്ടുണ്ട്. ആ ശമ്പളക്കാരൻ ചെയ്യേണ്ട ജോലിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാരൻ, മാനേജർ. എന്താ മൂന്നാമത്തതാണ് സാറേ ഓണർ ടൈപ്പ് ബിസിനസ്സുകാർ. എന്താ ഓണർ ടൈപ്പ്? കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ആളിനെ ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ വ്യക്തികൾ സംസാരിക്കുമ്പോൾ ഇവിടെ സിസ്റ്റം സംസാരിക്കുന്നു. ഇയാൾ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിസിനസ് മുകളിലോട്ട് തന്നെ കയറും. നാലാമത്തെ ബിസിനസ്സുകാരൻ്റെ പേരാണ് ഇൻവെസ്റ്റർ. എൻ്റെ ചോദ്യം ഇതാണ്, ആസ് ആൻ ഇൻവെസ്റ്റർ നിങ്ങൾ ഇതിലെവിടെയാണ് പൈസ കൊണ്ടിടുന്നത്? ടെക്നീഷ്യൻ്റെ കൈ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുമോ? കാരണം എന്താ? ഇവൻ തട്ടിപ്പോയാൽ പൈസ പോയി. ശരിയാണോ? ഈ അവിയൽ പരുവത്തിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുമോ? ചെയ്യും. 3 പേര്, 3 F. ആരൊക്കെയാ? ഫ്രണ്ട്സ്. കാരണം ഇപ്പോൾ ഇവിടെ ഇരുന്ന് 2-3 പേരുടെ തലയിൽ തോന്നി, എന്നിട്ട് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയല്ലോ, ഞാൻ അവിയലായിട്ടും എനിക്ക് കിട്ടിയല്ലോ എന്ന്. ആരാ തന്നേന്നറിയോ? 1 ഫ്രണ്ട്സ്, 2 ഫാമിലി, 3 ഫൂൾസ്. എൻ്റെ ജോലി എന്താണ്? കിങ്സ് ക്ലബ്. നിങ്ങൾ ഇവിടെ നിന്നാലും നിങ്ങളെ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ള. ഇനി ഇവിടെയാണെങ്കിലോ നിങ്ങളില്ലാത്ത ഒരു ബിസിനസ്സിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്ററായി മാറുന്ന ആ കിനാശേരിയാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത് എന്നാണ് എൻ്റെ മാപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇങ്ങനൊരു പടം വരച്ചിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലോ, അയ്യോ ഇത് എന്നെക്കുറിച്ചാണല്ലോ പറയുന്നത്, ഞാനാണല്ലോ ആ നിൽക്കുന്നത്, എൻ്റെ ആഗ്രഹമാണല്ലോ ഇവിടെ എത്തേണ്ടത്, ദിസ് ഈസ് യുവർ ട്രഷർ. ആരാ അവിടെ കൊണ്ടുപോകുന്ന ക്യാപ്റ്റൻ? ഏതാണ് ഷിപ്പ്? ഒരു ബിസിനസ്സുകാരൻ്റെ ജീനിയസ് എന്താണെന്നറിയോ? ഇൻ സിംപ്ലിഫയിങ് യുവർ മാപ്പ്. നിങ്ങളുടെ മാപ്പ് എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അതിലാണ് നിങ്ങളുടെ ജീനിയസ് ഇരിക്കുന്നത്. ഈ ഒരൊറ്റ സാധനം കിട്ടിയാൽ പോരെ, പൈസ മുതലായേ. ബിക്കോസ് ഓൺലി എ മാസ്റ്റർ ക്യാൻ മേക്ക് തിങ്സ് സിമ്പിൾ. ഇതേ സാധനം ഞാൻ എൻ്റെ രീതിയിലോട്ട് മാറ്റി, അതിലാണ് എൻ്റെ ജീനിയസ്. ടെക്നീഷ്യൻ, മാനേജർ, ഓണർ ആൻഡ് ഇൻവെസ്റ്റർ. കോപ്പി അടിക്കാൻ ഒരു കഴിവ് വേണം. സോ ഓൺലി എ മാസ്റ്റർ ക്യാൻ മേക്ക് എ കോംപ്ലിക്കേറ്റഡ് തിങ് ലുക്ക് സിമ്പിൾ. എൻ്റെ കസ്റ്റമേഴ്സ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സർവീസുകളും പ്രൊഡക്ട്സും ഒക്കെ നിങ്ങളുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ നോക്കേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമ്പോഴും എന്ത് പ്രോബ്ലമാണ് ഇനിയും നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഓഫർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? I should come up with an offer to fix this problem. അതിന് ഞാൻ എന്ത് വേണം? I need to find the gap. ഇന്ന് അവൻ്റെ ലൈഫിൽ കിട്ടാത്തത് എന്ത് എന്ന് കണ്ടെത്തണം. So we have to start with the market first. എവിടെ നിന്നാണ് കളി തുടങ്ങണ്ടേ? മാർക്കറ്റ്. നമ്മുടെ കമ്പനിക്കകത്തു നിന്നല്ല, നമ്മളിൽ നിന്നല്ല, നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്നല്ല, നമ്മുടെ പ്രൈസിൽ നിന്നല്ല. സ്റ്റാർട്ട് ഫ്രം ദ മാർക്കറ്റ് പ്ലേസ്. കാരണം നമ്മൾ മുമ്പേ ഡയമണ്ട് മെർച്ചൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അവർ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തെടുത്തേത്. ശരിയാണോ? ആ തിളക്കമുള്ള കല്ലിനൊരു ഡിമാൻഡ് ഉണ്ടാക്കിയെടുത്തേത്. അതിന് ഒരുപാട് പൈസ ഇറക്കണം, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പക്ഷേ അവൻ്റെ ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലം പരിഹരിക്കുന്നതിന് നമ്മളുടെ സൈഡിൽ നിന്ന് അത്രയും പൈസ ഇറക്കണ്ട ഫോർ മാർക്കറ്റിംഗ് എക്സ്പെൻസ്. സോ ഏതാ എളുപ്പം? ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണോ എളുപ്പം? ഉള്ള പ്രോബ്ലം പരിഹരിക്കുന്നതാണോ എളുപ്പം? സോ നമ്മൾ ഡയമണ്ട് മർച്ചൻസ് ചെയ്ത പോലെ കോടിക്കണക്കിന് രൂപ ഇറക്കി നമ്മുടെ പ്രശ്നം പരിഹരിക്കാനല്ല പോകുന്നത്. പകരം എന്താണോ നിലവിൽ അവനുള്ള പ്രശ്നങ്ങൾ അതാണ് പരിഹരിക്കാൻ പോകുന്നത്. കാരണം വൺസ് യു ആർ ഗോയിങ് ടു ഫിക്സ് ദെയർ പ്രോബ്ലം, പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഇത് മേടിക്കണം എന്ന്. എന്നാൽ അവന് തന്നെ അറിയാം എനിക്കിത് വേണം എന്ന്. യു ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ എനി മോർ. യു ഡോണ്ട് ഹാവ് ടു കൺവിൻസ് ദം എനി മോർ. യൂട്യൂബ് എനിക്ക് പറഞ്ഞു തരും എൻ്റെ ഐഡിയൽ കസ്റ്റമർ എങ്ങനെ ഇരിക്കുന്നു എന്ന്. എൻ്റെ എല്ലാ പോസ്റ്റുകളും പബ്ലിഷ് ആകുന്ന സമയം രാവിലെ 6 മണിക്കും വൈകിട്ട് 6 മണിക്കും. കാരണം ഇറ്റ്സ് യുവർ ടൈം. എൻ്റെ കൺവീനിയൻസിനല്ല ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്, എൻ്റെ ഓഡിയൻസിൻ്റെ കൺവീനിയൻസിന്. ബിക്കോസ് യു ആർ മൈ അവതാർ. ഇറ്റ്സ് നോട്ട് മീ, ഇറ്റ്സ് യു.
നിങ്ങളുടെ അവതാർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യുവർ കസ്റ്റമർ. കസ്റ്റമർ അവതാർ എന്ന് പറഞ്ഞാൽ വാട്ട് ഓൾ ആർ ദ സിമിലാരിറ്റീസ് ഇൻ യുവർ കസ്റ്റമർ, ബിക്കോസ് യു ഡോണ്ട് നോ ദെയർ പ്രോബ്ലം, ബിക്കോസ് യു ആർ സിറ്റിംഗ് ഓൺ യുവർ പ്രോബ്ലം. നിന്റെ പ്രശ്നം പരിഹരിച്ചു വിട്ട് വേണമല്ലോ നിനക്ക് നിന്റെ കസ്റ്റമറുടെ പ്രശ്നം പരിഹരിക്കാൻ. ദാറ്റ്സ് യുവർ പ്രോബ്ലം. നമ്മുടെ പ്രശ്നമല്ല ബിസിനസ്സിലെ നമ്മുടെ പ്രശ്നം, നമ്മുടെ കസ്റ്റമറുടെ പ്രശ്നമായിരിക്കണം നമ്മുടെ പ്രശ്നം. ഇറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം. ഫിക്സ് ദെയർ പ്രോബ്ലം, ദേ വിൽ ഫിക്സ് യുവർ പ്രോബ്ലം. കാശ് കൊടുത്താൽ തീർക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് നമ്മുടെ ബിസിനസ്സിലുള്ളത്? ആരാണോ കസ്റ്റമറുടെ പ്രോബ്ലത്തെ ശ്രദ്ധിച്ചത് അവന് മാത്രമേ കസ്റ്റമർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റൂ. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? യു ആർ തിങ്കിങ് അബൌട്ട് യുവർ പ്രോബ്ലം. സോ ഇപ്പം സെറ്റ് ചെയ്യണം യുവർ കസ്റ്റമർ അവതാർ. ഇപ്പോൾ ഒരു 100-150 പേര് അതുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കുക, ആ ടി വിയിലോട്ട് സൂവിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക, ഓൺലൈൻ, ഇവിടെ എത്താൻ പറ്റാതെ. അവരുടെ വേറൊരു അവതാർ ഉണ്ടാക്കി അവർക്ക് ഇവിടെ എത്താൻ പറ്റുന്നില്ല. കാനഡക്കാരുണ്ട്, US-ൽ നിന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്, സ്പെയിനുണ്ട്, ഒക്കെ അതിലിരിപ്പുണ്ട്. അവർക്കിന്ന് നേരിട്ട് ഇവിടെ എത്താൻ പറ്റുന്നില്ല. അവർക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, ഇന്നിവിടെ എത്താൻ പറ്റില്ല എന്ന് അവർക്കറിയില്ല. അതിനു മുന്നേ എനിക്കറിയാം. അതിന് ഞാൻ എന്ത് ചെയ്തു? ലൈവ് സ്ട്രീമിംഗ് ഇൻ ഫുൾ ക്വാളിറ്റി ഇൻ സൂം. അവർക്കറിയാമായിരുന്നോ ഇത് സൂമിൽ കിട്ടണമെന്ന്? ഇല്ല. എനിക്കറിയാം അവൻ ഇന്ന് വരാൻ പറ്റില്ല. കാരണം I am thinking about their problem. ബേസിക് ചിന്ത എൻ്റെ തലയിലേക്ക് വന്നു. ഇറ്റ്സ് ഓൾ കോമൺ സെൻസ്. എവിടുന്നാ വന്നേ? I am thinking about them. What's your problem? You are thinking about your problem. എന്ന് നിന്റെ പ്രശ്നത്തിൽ നിന്ന് കണ്ണെടുത്ത് അവൻ്റെ പ്രശ്നത്തിൽ വെക്കുന്നോ അന്ന് നീ രക്ഷപ്പെടും. ഐഡിയൽ കസ്റ്റമർ അവതാർ. ഓൾ ദ സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ് സ്റ്റാർട്ടഡ് വിത്ത് ആൻ ഐഡിയ. സ്ട്രഗിൾ ചെയ്യുന്നവർ ഇപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും, അന്ന് ഏത് സമയത്താണോ എനിക്കിത് തുടങ്ങാൻ തോന്നിയത്. സോ ഐഡിയയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിൽ ഓഫർ പാക്കേജസ്. ഹൗ ടു സെറ്റ് യുവർ പാക്കേജ്, ഹൗ ടു ബിൽഡ് യുവർ ഓഫർ, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. കാരണം മറ്റുള്ളവരെല്ലാം ഇതേ ബിസിനസ് ചെയ്തു ലാഭമുണ്ടാക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മളും അത് തന്നെ ചെയ്താൽ ലാഭമുണ്ടാകുമെന്നല്ല. ഒരാൾ സക്സസ് ആകുന്നുണ്ട് എങ്കിൽ പല 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 ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ദർ ആർ മെനി റീസൺസ് ബിഹൈൻഡ് ദാറ്റ്. എന്താണ് ഒരു ബിസിനസ്സിൽ നമ്മുടെ സക്സസ് നിർണ്ണയിക്കുന്നത്? പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചിലർ വിചാരിച്ച് വെച്ചിരിക്കുന്ന നല്ലൊരു സ്ലോഗൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബിസിനസ് ഉണ്ടാക്കാം, നല്ലൊരു ലോഗോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബിസിനസ് ഉണ്ടാക്കാം, നല്ല വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ബിസിനസ് ഉണ്ടാക്കാം, നല്ല ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ ബിസിനസ് അടിപൊളിയാകും, നമുക്ക് നല്ല ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ബിസിനസ് അടിപൊളിയാകും, നല്ല ലുക്ക് ഉണ്ടെങ്കിൽ ബിസിനസ് അടിപൊളിയാകും, നല്ല നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, നല്ല പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ബിസിനസ് അടിപൊളിയാകും എന്നൊക്കെ ഉള്ളത് തെറ്റിദ്ധാരണയാണ്. ഇതൊന്നും ഉണ്ടായാലും ബിസിനസ് സക്സസ് ആവില്ല. ഇതൊന്നും സക്സസ്സിനുള്ള ക്രൈറ്റീരിയ അല്ല. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് അല്ല സക്സസ്സിന് ആവശ്യം ബിസിനസ്സിൽ. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് സർവീസ്. ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ള ഏറ്റവും മികച്ച എൻജിനീയേഴ്സിനെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് പല കോർപ്പറേറ്റ് കമ്പനികളിൽ. അവൻ്റെ ഐഡിയയെ നിങ്ങളുടെ ഹാർഡ് വർക്ക് വെച്ചിട്ട്, അവൻ്റെ ടെക്നോളജിയെ നിങ്ങളുടെ ഹാർഡ് വർക്ക് വെച്ചിട്ട് ഓവർകം ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് നോട്ട് ഹാർഡ് വർക്ക്, ഇറ്റ്സ് നോട്ട് ക്യാപിറ്റൽ. നിങ്ങളുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ട്, എത്ര ക്യാപിറ്റൽ ഫണ്ടുണ്ട്, നോ, അതല്ല ബിസിനസിൻ്റെ സക്സസ്. കാശില്ലാതെ എങ്ങനെ കാശുണ്ടാക്കാമെന്ന് നിനക്കറിയത്തില്ലെങ്കിൽ കാശ് വെച്ച് കാശുണ്ടാക്കാനും നിനക്കറിയില്ല. സോ capital is not the criteria for success in business. കാരണം മോസ്റ്റ് ഓഫ് ദ ബിസിനസ് പീപ്പിൾ, പല ബിസിനസ്സുകാരും 10-15 വർഷം ബിസിനസ്സിൽ എക്സ്പീരിയൻസ് കാണും. ചിലർക്ക് 20 വർഷമുണ്ട്, ചിലർക്ക് 5 വർഷമുണ്ട്, ചിലർക്ക് 30 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇവരെ ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആക്ച്വലി ഇവർക്ക് 20 വർഷം ഈ ബിസിനസ്സിൻ്റെ അകത്തിരുന്ന എക്സ്പീരിയൻസേ ഉള്ളൂ. ഈ ബിസിനസ്സിൽ അവർക്ക് ആക്ച്വലി എക്സ്പീരിയൻസ്
ആദ്യത്തെ 1 ഇയറാണ്. കാരണം ആദ്യത്തെ 1 ഇയർ ഇവർ പലതും പഠിക്കാൻ ശ്രമിച്ചു. ആഫ്റ്റർ ഫസ്റ്റ് ഇയർ അവർ വിചാരിച്ചു കഴിഞ്ഞു, എനിക്ക് കിട്ടി, എനിക്കെൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട്, എൻ്റെ സക്സസ്സിനുള്ള സീക്രട്ട് കിട്ടിയിട്ടുണ്ട്. ഇവൻ എന്ത് ചെയ്തു? അവിടെ വെച്ച് പഠനം നിർത്തി. Most of the business people, even though they are having 20 years experience in their business, actually they have only 1 year experience. അതിൽ കൂടുതൽ ഇവർ പഠിച്ചിട്ടില്ല. അന്ന് ഇവൻ അടച്ചു വെച്ചതാ എന്ത്? അവൻ്റെ ലേണിംഗ്. Without learning anything new, they are repeating the same thing year after year after year. അതുകൊണ്ടാണ് പല ബിസിനസ്സും 5%, 6%, 7%, 8% ഈ ഒരു സാധനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പൊണൻഷ്യലായിട്ട് പോകാത്തതിൻ്റെ റീസൺ, ഈവൻ ദോ ബിസിനസ്സുകാരന് 20 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഹി ലേൺഡ് ഓൺലി ഫോർ 1 ഇയർ. They are not growing, they are not innovating, they are not thinking after their first year. ഒരു വർഷത്തിന് ശേഷം അവരൊന്നും പുതിയതായിട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് റിപ്പീറ്റിംഗ് വാട്ട് ദേ നോ. സോ നമ്മളുടെ കോമ്പറ്റീറ്റർക്ക് 20 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നതിൻ്റെ അർത്ഥം അവർ നമ്മളെക്കാൾ ഒത്തിരി മുന്നിലാണ് എന്നല്ല. നിങ്ങളൊരു 2 വർഷം പഠിക്കാൻ തയ്യാറാവുക, you can overtake them. കാരണം they learned only for 1 year. If you are not a good student, you will simply stuck in the past.